നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വേടന്റെ ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഒരു വികാര നിർഭരമായ നിമിഷങ്ങൾ ഉണ്ടായതും അതേപോലെ തന്നെ അതിനുശേഷം ആ ചേച്ചിയുടെ സംസാരങ്ങളും എല്ലാം കണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ആരുടെയും പേരല്ല, മഹജൂറ എന്ന് പറയുന്ന ആ ചേച്ചിയുടെ പേരാണ്. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരു ചേച്ചിയാണ് മഹജൂറ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ വേടനെ ഒരേപോലെ സ്നേഹിക്കുന്ന സമയത്ത് വേടന് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ നെഞ്ചിൽ വരെ ടാറ്റു അടിച്ചു വെച്ചിരിക്കുന്ന അവന്റെ അമ്മയുടെ ഫോട്ടോ സമ്മാനമായി നൽകിയിരിക്കുകയാണ് മഹജൂറ എന്ന് പറയുന്ന ഈ ചേച്ചി. അത് എവിടെ വെച്ചാണെന്നുള്ളതെല്ലാം നമ്മൾ ന്യൂസിലേക്ക് കണ്ടാണ്. കോഴിക്കോട് നടന്നൊരു പരിപാടിക്കിടയിലാണ് അത് കൊടുക്കുന്നത്. മഹജൂറ എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിൽ വേടന്റെ അമ്മ കുറച്ചു കാലം ഉണ്ടായിരുന്നു. ആ അമ്മ ഒരു കോവിഡ് കാലത്താണ് വീട്ടിലേക്ക് വരുന്നത്. ആ അമ്മ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് മാത്രം അറിയായിരുന്നു. അങ്ങനെ എന്റെ വീട്ടിൽ താമസിപ്പിച്ചു. എന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്തേക്ക് അമ്മ പറയുമായിരുന്നു, മകനൊരു പാട്ടുകാരനാണ്, അവൻ നാളെ വലിയൊരാളാവുമ്പോൾ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും, സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഉന്നതി ഉണ്ടാവില്ല, സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മകൻ പാടുന്നതെന്നൊക്കെ പറയുമായിരുന്നു അത്രേ. അപ്പൊ അങ്ങനെ ആ പറഞ്ഞ അമ്മയ്ക്ക് മകന്റെ ഉയർച്ച കാണാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ പോലും ആ അമ്മയ്ക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. എന്റെ മകൻ നാളെ വലിയൊരാളാകും, കാരണം എന്റെ മകൻ അനുഭവിച്ച വേദനകൾ എത്രത്തോളം ഉണ്ട്, അതിന്റെ തീ അവന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് തന്നെയും അവൻ നാളെ വലിയൊരാളാകും എന്നുള്ളത് ആ അമ്മയ്ക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ആ അമ്മയുടെ വിശ്വാസം ആ മകൻ കാത്തു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അമ്മയ്ക്ക് ഞാൻ എല്ലാം വാങ്ങിക്കൊണ്ടു തരുമെന്നൊക്കെ പറയുന്ന ഡയലോഗൊക്കെ നമ്മൾ കേട്ടുള്ളൂ KGF-ലേക്ക്. ഈ ലോകത്തുള്ള എല്ലാ സ്വർണ്ണം അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെ ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, അല്ലെങ്കിൽ ആ അമ്മ പറഞ്ഞ വാക്ക് മകൻ പാലിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ മകൻ എന്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത് അത് വിജയം കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ വിജയം കണ്ടിരിക്കുന്നു. ആ വിജയം കണ്ട സമയത്ത് വരെ കൊണ്ട ആളുകളൊക്കെ തന്നെയാണ് ഇവരെതിരെ സംസാരിക്കാനായിട്ട് വന്നത്. ആർക്കെതിരെ? നമ്മുടെ വേടനെതിരെ. അപ്പൊ നമ്മുടെ വേടൻ എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തു ഈ വന്ന ഈ ദുഷ്ടശക്തികൾക്ക്. അതുകൊണ്ട് തന്നെ വാലും ചുരുട്ടി വന്ന സ്ഥലത്തേക്ക് തിരികെ പോയി. അപ്പൊ നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നമ്മളിവിടെ എടുത്തു പറയേണ്ട പേര് മഹജൂറ. ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് മാത്രം, അതായത് വേടന ഗിഫ്റ്റ് കൊടുത്ത സമയം കൊണ്ട് മാത്രം കേരളത്തിലെ ഒന്നാകെ ചർച്ച ചെയ്തൊരു വ്യക്തിത്വമാണ് മഹജൂറ എന്ന് പറയുന്നത്. ഒരു മനുഷ്യ സ്ത്രീ എന്ന് നമുക്ക് പേരെടുത്ത് വിളിക്കാം, അക്ഷരം തെറ്റാതെ വിളിക്കാം. മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹി. ഒരു ജാതിയോ ഒരു മതമോ ഒരു നിറമോ ഒന്നും നോക്കിയല്ല മഹജൂറ എന്ന് പറയുന്ന ആ ചേച്ചി അവിടെ വന്നത്. കേവലം ഒരു ആരാധനയുടെ പുറത്തോ അല്ല. ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, അല്ലെങ്കിൽ ആ അമ്മ പറഞ്ഞ വാക്കുകൾ അത് വേടനെ അറിയിക്കാൻ വേണ്ടി വന്ന ഒരു ദൂതനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ ആ ഒരു ആത്മാവ് ആ ചേച്ചി അവിടേക്ക് അയച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ തന്നെ ആയിരിക്കണം നടന്നത്. ആ അമ്മ ആ വീട്ടിൽ നിന്നത് തന്നെ ഒരു വലിയ നിമിത്തമായിരിക്കാം. ആ അമ്മ ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ചേച്ചി എത്ര അഭിമാനത്തോടു കൂടിയാണ് പറയുന്നതെന്ന് അറിയാമോ? ജാതി വരെ കൊണ്ട് ജാതി മതം വർണ്ണം വിവേചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കാണണം. ആ ചേച്ചി ഏത് മതത്തിൽപ്പെട്ടതാണ്, ഏത് ജാതിയാണെന്ന് ഒന്നും ആരും അന്വേഷിക്കുന്നില്ല. ആ ചേച്ചിയുടെ മനുഷ്യത്വം, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ അറിവ്, വിവേകം, അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. വകതിരിവ് എന്ന് പറയുന്ന സാധനം വേണം. അതില്ലാത്ത ആളുകൾ വേടനെതിരെ കുറ്റം പറയാം. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും കിടന്ന് കുറയ്ക്കുന്ന പട്ടികൾ കുറച്ചിട്ട് പൊക്കോട്ടെ എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ചേച്ചിയുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ചെറിയ 5 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ആ ചേച്ചി പറയുന്ന ഓരോ കാര്യങ്ങളും. അതിനുശേഷം കേരളക്കാരെ ഒന്നാകെ ഉറ്റുനോക്കിയ ഒരു കാഴ്ചയായിരുന്നു. അത് ആരാണ് ഇങ്ങനെ വന്നിട്ട് വേടനെ പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ വേടന്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന ആ ഒരു വലിയൊരു അറിവ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് വന്നത് ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായി. പിന്നീട് അങ്ങനെ എല്ലാവരും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്നൊരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടതാണ് ആ ചേച്ചിയായിട്ട് അഭിമുഖം നടത്തുന്ന ഒരു വീഡിയോ. അത് എന്തായാലും വളരെ അനിവാര്യം തന്നെയായിരുന്നു. കാരണം ആ വേടനൊപ്പം വേടന്റെ മുന്നിൽ നിന്ന് വേടനെ ആലിംഗനം ചെയ്ത് വേടനെ ആ അമ്മയുടെ ഫോട്ടോ സമ്മാനിക്കുമ്പോൾ അതുവരെ അടിച്ചു പൊളിച്ച് നിന്ന്, അല്ലെങ്കിൽ സാധാരണ വേടൻ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന സമ്മാനമായിരിക്കും ഇത്തവണയും കിട്ടിയതെന്ന് വിചാരിച്ച വേടന് ആ ഒരു ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ച സമയത്ത് തന്നെ വേടന്റെ മനസ്സ് നമ്മൾ കണ്ടതാണ്. ആ മുഖം കണ്ടാൽ അറിയാം അവൻ എത്രത്തോളം അമ്മയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ചേച്ചിക്ക് എന്താണ് പിന്നീട് പറയാനുള്ളതെന്നും ആ ചേച്ചിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ ചേച്ചി പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ ആ വീഡിയോ റിപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അമ്മ ഇവിടെ ഒരു അതിഥിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പങ്കുവെക്കാറുണ്ടായിരുന്നത്? മക്കളെ പറ്റിയും ഹസ്ബൻഡിനെ പറ്റിയും എല്ലാം പറയലുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ, അതേമാതിരി മക്കളെ പറ്റിയുള്ള ആദ്യം മക്കൾ നന്നായി എത്തിക്കഴിഞ്ഞാണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കലുണ്ടായിരുന്നു. ഏകദേശം എത്ര മാസത്തോളം ഇവിടെ താമസിച്ചിരുന്നു? ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ശരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് നിന്നപ്പോൾ ഞാൻ കുറച്ചും കൂടെ നിന്റെ കൂടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. അവരിങ്ങോട്ട് ചോദിച്ചു, എന്നോടും കൂടി ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. അന്ന് വേടൻ്റെ അങ്ങോട്ട് താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ വേടൻ എന്ന് പറഞ്ഞൊരു മോന് ഇങ്ങനെ പ്രശസ്തനാകാൻ പോകുന്നുണ്ട്, പാട്ട് പാടാറുണ്ട് എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചേച്ചിനെ അറിയില്ല, ചേച്ചിന്റെ കുടുംബക്കാരെ ബന്ധം ഒന്നും അറിയില്ല. ചേച്ചി എത്തിയൊരു സാഹചര്യം കുറച്ചൊരു സങ്കടകരമായ ഒരു രീതിയിലാണ് ഞാൻ ചേച്ചിനെ കാണുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിനോട് ചോദിച്ചു, എൻ്റെ വീട്ടിലേക്ക് പോരിയറിന് ഞാൻ കൂട്ടിയതാണ്, ചേച്ചി ആരാന്ന് എന്താ ഒരു മനുഷ്യൻ മാത്രമേ എനിക്ക് അന്ന് അറിയുള്ളൂ, അങ്ങനെ കൊണ്ടുവന്നതാണ്. വന്ന് പിറ്റേ ദിവസം എനിക്ക് ഒരു ദിവസം അവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിന്നാൽ മതി എന്ന് പറഞ്ഞ് വണ്ടി വിളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ പറഞ്ഞ് കൊണ്ടുവന്ന് പിറ്റേന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കട്ടെ, എനിക്ക് നിങ്ങളടുത്ത് നിൽക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ്.
ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ചേച്ചി പിന്നെ നിൽക്കുന്നത്. പിന്നെ നിങ്ങളുടെ സംസാരത്തിൽ വേടൻ കയറി വരാറുണ്ടായിരുന്നോ? അത് കുറേ ദിവസം നമ്മൾ വർത്താനൊക്കെ പറയുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മോന് പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ ഒരു പാട്ട് കാണിച്ചു തന്ന്. എന്താ പേര് എന്ന് ചോദിച്ചപ്പം ഹിരൺ എന്നാണ്, ഹിരൺദാസ് മുരളി എന്ന് പറഞ്ഞ്. അപ്പോൾ അവന് അങ്ങനെ പറഞ്ഞാൽ അറിയില്ല കേട്ടോ, വേടൻ എന്നാണ് പറയല് പറഞ്ഞത്. അപ്പം ഞാൻ വേടനോ, അപ്പം നമ്മളെ ഇരട്ടപ്പേരൊക്കെ വിളിക്കല്ലോ എന്നുള്ള രീതിയിൽ അതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് മറന്നു. ചേച്ചി പോയതിന് ശേഷം പിന്നെ ചേച്ചിയോട് അങ്ങനെ കൂടുതൽ ബന്ധപ്പെട്ടിരുന്നു? ഞാൻ കുറേ പ്രാവശ്യം ചേച്ചി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ. മോളൊരു ദിവസം വീട്ടിൽ വരണം കേട്ടോ, അപ്പം അങ്ങനെ പറയലുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ ഇതുവരെ പറ്റില്ല. എൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് കോഴിക്കോട് വരുന്നുണ്ട് അവന്, നീ എടുത്തുവെച്ച ഫോട്ടോ അവനക്ക് അവിടെ കൊടുക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഭയങ്കര തിരക്കായില്ലേ, പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നുള്ള അറിയില്ല, മോള് പോയിക്കോ, എന്തായാലും കാണാൻ പറ്റുമോ, നീ ആഗ്രഹിച്ചതല്ലേ, അതെന്തായാലും നടക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് വേണോ വേണ്ടെന്നില്ല വിചാരിച്ചു. അപ്പോൾ അനിയത്തിമാരെ മക്കളവർക്ക് കുട്ടികൾക്ക് പ്രോഗ്രാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു. അപ്പോൾ അവർ നിർബന്ധിച്ച് നമ്മൾ പോകാറുണ്ട്, അവർ തള്ളിയിട്ട് അങ്ങനെ പോയതാ. എന്നിട്ട് അവിടെ എത്തിയിട്ട് നേരെ സ്റ്റേജിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, ഞങ്ങൾ സ്റ്റേജിലേക്ക് പോവാതെ ഈ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ വണ്ടിയിൽ നിന്ന് ആദ്യം എടുത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ തിരക്ക് കണ്ടിട്ട് നമ്മൾ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ മുന്നിലേക്ക് എത്തിപ്പെട്ട്. കാണാനും കൊടുക്കാനും കഴിയില്ല എന്നുള്ള അറിയാം. പിന്നെ അനിയത്തിൻ്റെ മോന് വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പറ്റുമെങ്കിൽ ഓൽക്കാണ് എന്നെക്കാട്ടിലും അവനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത്. എനിക്ക് ഈ ഫോട്ടോ കൈമാറണം എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുട്ടികൾക്ക് അവനെ കാണണോ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജിൽ കയറി കൊടുക്കണം എന്നൊക്കെ ആരാ പറഞ്ഞത്? അത് അവൻ്റെ അച്ഛൻ പറഞ്ഞ് ഈ സ്റ്റേജിൽ കയറി കൊടുക്കും, എനിക്ക് സന്തോഷമാവുന്നു അവൻ്റെ അച്ഛനെ പറയും. എനിക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു, എത്താൻ പറ്റുമെന്ന് ആദ്യം കരുതിയില്ല. പക്ഷേ തിക്കൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോയി നോക്കി. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ കൂടെ വന്നപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ ഇങ്ങനെ വഴി മാറി. പക്ഷേ മുന്നിൽ ഒന്ന് കാണണം, കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുന്നിലെത്തണമല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി എല്ലാവരും അവനെ കാണാനുള്ള തിക്കും തിരക്കും, എല്ലാവർക്കും അവനെ കാണാൻ, ആർക്കും മാറി തരാൻ പറ്റില്ല. കുട്ടികൾക്കാണ് അത്രയും അവനോടുള്ള ഒരു ആരാധന മൂത്തിട്ടുള്ളൊരു ഇതായിട്ട് കുട്ടികൾ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ് മോനെ ഒന്ന് കുറച്ച് ഇതൊരു സാധനം കൊടുക്കാനുണ്ടായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളൊക്കെ വേടനെ കാണാൻ നിൽക്കുകയാണ് പറഞ്ഞു. അവരിങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നെ വേടൻ്റെ അച്ഛൻ വിളിച്ചിട്ട് അവർക്ക് ഇത് കൊടുക്കുക. അപ്പോൾ എന്നോട് ഒരു തള്ളി മറിക്കേണ്ട പറഞ്ഞ് എന്നെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു എനിക്ക് ഫോണിൽ ഇത്. അപ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും കൂടി എൻ്റെ പുറകെ കൊണ്ട് കൂടി എനിക്ക് വഴി മാറി തന്നിന്നെ മുന്നോട്ടാക്കി വേടനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്ക് മാറി തന്നിന്നോട് ഇന്നും കൂടെ സ്റ്റേജ് വിളിക്കാൻ, ഞങ്ങൾ വിളിക്കണേണ്ട താത്ത, ഞങ്ങൾ കൊണ്ടുപോകണിട്ട് പറഞ്ഞ് എന്നെ മുന്നിൽ ഓരാക്കി തന്നു. കുട്ടികൾ ഏതോ കുട്ടികൾ കേട്ടോ അവിടെ കാണാമെന്ന് എന്നെ മുന്നിലാക്കിയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ, പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കയറുമ്പോൾ ഞങ്ങളും കൂടെ കൊണ്ടുപോകണട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ മുന്നിൽ നിന്ന്. എൻ്റെ പൊന്നെ, ആ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ രോമമൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഒരു സാധാരണ നിലയിൽ നിന്ന് വളർന്നു വന്ന് ഇന്ന് ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു സാധാരണക്കാരനായ ഹിരൺദാസ് മുരളി എന്ന ഇപ്പോഴത്തെ വിളിപ്പേരിൽ അറിയപ്പെടുന്ന വേടൻ എന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഒരു ഉയർച്ച, ആ ഉയർച്ചയിൽ ഒട്ടും അസൂയപ്പെടാതെ അതിൽ അവനെ സ്നേഹിക്കുന്ന ഒരു ചേച്ചി, അല്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്ന ഒരു അമ്മ, അങ്ങനെയുള്ള ഒരാളുടെ വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. അവനെ പറ്റി പറയുമ്പോഴോ, അല്ലെങ്കിൽ അവൻ്റെ അമ്മയെ പറ്റി പറയുമ്പോഴോ, അച്ഛനെ പറ്റി പറയുമ്പോഴോ ആ ചേച്ചിയുടെ ആ വാക്കുകളിലൊന്നും ഒരു തരി കളങ്കം ഒന്നുമില്ല. ആ ചേച്ചി പറയുന്നതെല്ലാം നിഷ്കളങ്കമായ വാക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വേടൻ്റെ അമ്മ അവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുകയും വേടൻ്റെ അമ്മ അവിടെ നിന്നതും. ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേടൻ്റെ അമ്മയ്ക്ക് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു സമയമായിരിക്കണം അത്. അങ്ങനെ ആ ചേച്ചിയുടെ അടുത്ത് എൻ്റെ മകൻ നാളെ വലിയൊരാളാവും, ഹിരൺദാസ് മുരളിയാണ്. ഹിരൺദാസ് മുരളി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, വേടൻ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ എന്ന് ആ അമ്മ അഭിമാനത്തോടുകൂടി പറയുകയും പിന്നീട് ആ ചേച്ചി പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് ചേച്ചി മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം ചേച്ചി വേടനെ കാണാൻ പോകുന്ന സമയത്ത് അവിടുത്തെ തിക്കും തിരക്കും കാരണം ചേച്ചിക്ക് പോലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ആ വേടന് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് വേടന്റെ ഗാർഡ്സ്, ബോഡി ഗാർഡ്സ് ആ ചേച്ചിയുടെ കവർ വാങ്ങിക്കുന്ന പെട്ടെന്ന് അത് തള്ളിമാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ട സമയത്ത് എല്ലാവരും മാറി നിന്നുപോയി. കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തി വളർന്ന് വേറെ ലെവലിലേക്ക് എത്തി. വേടൻ എങ്ങനെ ആവരുതെന്ന് പലരും ചിന്തിച്ചോ, വേടൻ ആ രീതിയിൽ തന്നെയായി. വേടൻ എങ്ങനെ ഉയരരുതെന്ന് ചിന്തിച്ചോ, ആ വേടൻ അതിനേക്കാൾ ഉയർന്നു, ഒരുപാട് കൂടുതൽ ഉയർന്നു. അങ്ങനെ ഉയർന്നപ്പോൾ ആ ചേച്ചിക്ക് പോലും അവിടേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്ന് ആ ചേച്ചി പറയുന്നുണ്ട്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സെന്തായിരിക്കണം, ജാതിയാണോ മതമാണോ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ഘടകമെന്നുള്ളത് ആ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലെ ഒരെണ്ണമെന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു കാര്യമാണ്. ഈ ചേച്ചിയെ പോലെ മനസ്സിൽ വേറൊന്നുമില്ലാതെ ഒരു മകനെ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനെ അല്ലെങ്കിൽ ഒരു സഹോദരനെ സ്നേഹിക്കുന്നത് പോലെ ആ ഒരു ചേച്ചിയുടെ ആ ഒരു വാക്കുകളുടെ സ്നേഹവും എളിമയെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളൊരു ചേച്ചി അവന് ഗിഫ്റ്റ് കൊടുക്കുന്നു. പിന്നീട് ആ ഗിഫ്റ്റ് ഒരു വികാര നിർഭരമായ നിമിഷങ്ങളിലേക്ക് പോകുന്നു. ആ വേടൻ അത് സ്വീകരിച്ചതെല്ലാം നമ്മൾ കാഴ്ചകളെല്ലാം നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ അതിനുശേഷം ആരാണ് ഈ വ്യക്തി, അല്ലെങ്കിൽ മെഹജൂർ ആരാണെന്നുള്ള അന്വേഷണങ്ങൾക്ക് ഒടുവിൽ അവസാനം ഇങ്ങനെ വീഡിയോ വന്നിരിക്കുകയാണ്. മെഹജൂർ എന്താണെന്നും എങ്ങനെയാണ് വേടൻ്റെ അമ്മയോടെ വന്നതെന്നുള്ളത്, പിന്നീട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, അതായത് ഒരു വ്യക്തിയെ നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ,
അവൻ ചിലപ്പോൾ ഇന്ന് ഒരു ഉയർച്ചയും ഇല്ലാതെ പണവും ഇല്ലാതെ അവൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും. എന്തും ആയിക്കോട്ടെ, ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും അതിനൊരു നാളൊരു വാല്യൂ വരും. സ്വർണ്ണത്തൂമ്പയുള്ളവന് ഇരുമ്പ് തൂമ്പയുടെ ആവശ്യം വരുമെന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് അതും കേട്ടോ. അതായത് ഇന്ന് നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്നത് എന്തും നാളെ നമുക്കൊരു ഉപയോഗപ്രദമായ ഒന്ന് തന്നെയായിരിക്കും എന്ന് പറയുന്ന പോലെയാണ് വേടന്റെ കാര്യം. വേടന്റെ ഒരു പാഠമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അത് തന്നെയാണ് സത്യം. വേടൻ ഒരു പാഠം തന്നെയാണ്. ഒരുപാട് പഠിക്കാനുണ്ട് വേടനിൽ നിന്ന്. അങ്ങനെയുള്ളൊരു വേടൻ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ അമ്മയോടുള്ള അവൻ്റെ സ്നേഹവും അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും അവർ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ ദൈവം കണ്ടതുകൊണ്ടും അതിന് അവർക്ക് കിട്ടിയൊരു ഫലമാണ്, അല്ലെങ്കിൽ അതിന് അവർക്ക് ദൈവം നൽകിയൊരു സമ്മാനമാണ് അവൻ്റെ കലയെന്നും ആ കലയിൽ കൂടി അവന് നമ്മുടെ ഇത്രയും ജനങ്ങളുടെ ഹൃദയങ്ങൾക്ക് കയറാൻ പറ്റിയതുമെല്ലാം ഒരു ദൈവീകമാണ് അല്ലെങ്കിൽ ഒരു നിമിത്തമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റുമായിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല. ഇത് പക്ഷേ വേടൻ എത്തി. വേടൻ വന്നപ്പോൾ വേടൻ കൈവച്ചതെല്ലാം പൊന്നായി. വേടൻ സിനിമയ്ക്ക് വേണ്ടി പാടിയ സിനിമകളെല്ലാം കോടികൾ കഴിഞ്ഞു, ബോക്സ് ഓഫീസ് ഹിറ്റായി. ഇപ്പോൾ ഒരു മൂൺവാക്ക് എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ വേടനെ വിളിച്ചതാണ് ഇപ്പോഴത്തെ ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് വേട, താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ ഞങ്ങളുടെ സിനിമയൊന്ന് കാണണം, താങ്കൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അണിയറ പ്രവർത്തകർ വേടനെ ക്ഷണിച്ചിരിക്കുകയാണ്. ഒരുപാട് ബഹുമാനത്തോടെയും ഒരുപാട് ആദരവും കൊടുത്തുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. അതൊക്കെ ഈ RSSന്റെ അടിമകളൊന്ന് കാണണം. RSSന്റെ അടിമകൾ എന്റെ കമന്റ് ബോക്സിലൊക്കെ വന്ന് മെഴുകുന്നുണ്ട്. അവരെയൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നീയൊക്കെ എത്ര വേണം കുറച്ചോ, ഒരാളും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള നീയൊക്കെ കാണിച്ച പരിപാടികൾ നിനക്കൊക്കെ മറുപടി ഇപ്പൊ എന്തായാലും കിട്ടിക്കാണും വേടൻ ആരാണെന്നുള്ളത്. ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും അടിമയല്ല, ഒരാളുടെയും ഒരു മുന്തിയ ആളുടെയും മകനല്ല. എന്നിട്ട് ഇന്നലെ വന്നൊരു വേടൻ ഇന്ന് കേരളത്തിൽ ഇത്രയും ചരിത്രം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നേരിലും നെരുക്കും എത്രത്തോളം വിലയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് വേടൻ ഇന്ന് കിട്ടിക്കുന്ന സ്വീകാര്യത. നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർ പോലും വേണ്ട രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതേസമയം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കലാരൂപമായിട്ട് മുന്നിലേക്ക് നിൽക്കുമ്പോൾ അതിനെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇനിയെങ്കിലും മാറ്റാൻ ശ്രമിക്കുക. നമുക്ക് മനുഷ്യനാണ്, മാറാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷേ അത് മാറ്റി ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ വിജയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനാവുന്നത്. അല്ലാതെ വേടന്റെ ഉശിലുള്ള ചങ്കിലെ ചോര കുടിക്കണമെന്നോ അല്ലെങ്കിൽ വേടന്റെ ഈ കഴുത്തിലെ പുലിപ്പല്ല് എടുക്കണമെന്നോ അല്ലെങ്കിൽ വേടൻ വലിയൊരു ജിഹാദിയാണെന്നോ പറഞ്ഞുകൊണ്ട് നടക്കാതെ ഇനിയെങ്കിലും മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുക. ആ ചേച്ചിയുടെ വാക്കുകൾ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്, അല്ലെങ്കിൽ ഒരു മാതൃകയാണ്. അങ്ങനെ ആയിരിക്കണം മനുഷ്യരെന്ന് പറയുന്നത്. മനുഷ്യനെ മനസ്സിലാക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. നമ്മുടെ മുന്നിൽ കാണുന്നവർ പണമുള്ളവരായിക്കോട്ടെ പണമില്ലാത്തവരായിക്കോട്ടെ ആരെയും ചെറുതായിട്ട് കാണാതിരിക്കുക. കാരണം ഇവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നാളെ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നത്. എൻ്റെ കുടുംബത്തിലുണ്ട് കേട്ടോ ഇതുപോലത്തെ കുറെ കിഴങ്ങുകൾ. അതായത് പണമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പണം ഇല്ലെങ്കിൽ അടിച്ചമർത്തുക, പണമുള്ളവനെ താങ്ങിക്കൊണ്ട് നടക്കുക, എന്തെങ്കിലും ഒരു രീതിയിൽ ഉയർന്നു വരുമ്പോൾ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുക. അങ്ങനത്തെ നാറിയ തന്തയില്ലാത്തവരൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും കുടുംബത്തിൽ കാണും. നമ്മൾ അവരെയൊന്നും അങ്ങോട്ട് ചെവി കൊടുക്കാതിരിക്കുക. ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കണ്ട. പട്ടി എന്ന് പറയുന്ന സാധനം ഒരുപാട് നന്ദിയുള്ളതാണ്. അതിനെ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ പേരിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളൂ, ഒരു വാല്യൂ കൊടുക്കരുത്. തെരുവ് നായകൾക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ പോലും കൊടുക്കാതെ അങ്ങ് തഴഞ്ഞു വിട്ടേക്കുക. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആ ഒരു ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് വെച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് പോവുക. അതിനിടയിൽ കണ്ണുകടിയോ അതിനിടയിൽ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഏത് നായിന്റെ മക്കൾ വന്നാലും ഓടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ചെയ്യാനുള്ള പണിയും ചെയ്തുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവരിൽ നിക്ഷിപ്തമാവരുത്. നമ്മുടേതായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ ഡിസൈഡ് ചെയ്യണം നമ്മൾ എങ്ങോട്ട് പോകണം, എവിടെ വരണം, എന്ന് പോകണമെന്നുള്ളത്. അല്ലാതെ ഈ പറയുന്ന ആളുകളായിരിക്കരുത് നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാഴ്ചകൾ കാണുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക.